ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവാങ്കേലിയോൻ മിനിസ്ട്രീസിൻ്റെ 18ാമത് മ്യൂസിക് പ്രോഗ്രാം ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ 17 എപ്പിസോഡും വളരെ അനുഗ്രഹപ്രദമായി തുടരുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്നും ദൈവസേനയിൽ പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട് ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങളുടെ വന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഇതിന് പിൻബലമായി ഉണ്ട് എന്നുള്ളത് ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും നിങ്ങൾ ഈ ശുശ്രൂഷ എടുത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ട് വന്നിരിക്കുന്ന ദൈവദാസന്മാരെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുന്നു. ഗാനങ്ങൾ ആലപിക്കുവാനായി എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയ സഹോദരനും പ്രശസ്ത ഗായകനുമായ ജോഷി പത്തനാപുരം അവരുകളാണ്. പ്രിയ സഹോദരനെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഗാനങ്ങൾക്ക് നരേഷൻ പറയുവാനും ലഘു സന്ദേശം അറിയിക്കുവാനുമായി എത്തിയിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയ സഹോദരനും കർത്താവിൻ്റെ വേലക്കാരനുമായ സിബി പുലിക്കുന്ന് അവരുകളാണ്. പ്രിയ സഹോദരനെയും ഈ ശുശ്രൂഷയിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഗാനങ്ങൾ ആലപിക്കുവാൻ ഞങ്ങളുടെ പ്രിയ മകൾ ആൻസി തെമ്പക്കാട് ഉണ്ട്. കീബോർഡ് പ്ലേ ചെയ്യുന്നത് സുജിത് സുനിൽ കൊട്ടാരക്കര, വീഡിയോ ഓപ്പറേറ്റ് ചെയ്യുന്നത് സുനിൽ കൊട്ടാരക്കര. ഈ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷ ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുകയാണ്. തലയിടവണക്കാം, കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ സമയത്തിനായി തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ഞങ്ങൾക്ക് തിരുസന്നിധിയിൽ വരുവാൻ ഇന്നും സഹായജനായ സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ അടിങ്ങളുടെ മേൽ പകർന്ന് ഈ ശുശ്രൂഷയെ അവിടുന്ന് ഓർക്കുകയും ഇതിലൂടെ ദൈവനാമം ഉയർത്തപ്പെടുവാൻ ഇടയാകുകയും ചെയ്തതിനായി അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്നും അപ്രകാരം അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുകയും ഇത് മുഖാന്തര കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാൻ ഇട നൽകുകയും ചെയ്യണമെന്ന് ശേഷം പ്രാർത്ഥിക്കുന്നു. ചിലരുടെ ഉള്ളങ്ങൾക്ക് ആശ്വാസമായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. ചില പാപികൾ കർത്താവിനെ കണ്ടുമുട്ടുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവ് അവിടുത്തെ നാമത്തിലൂടെ ഉയർത്തപ്പെടുവാനും കർത്താവിൻ്റെ നാമത്തെ മുഖപ്പെടുത്തുവാനും ഇടയാക്കണമെന്ന് ശേഷം പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ പാടുവാനും ദൈവവചനം പങ്കിടുവാനും ഉപകരണങ്ങൾ വായിപ്പാനും ഒക്കെ കർത്താവ് കൃപ എല്ലാവർക്കും നൽകി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ശുശ്രൂഷ വിവിധ ഇടങ്ങളിലുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് കാണുകയും കേൾക്കുകയും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ നിലയിലും അവിടുത്തെ നാമത്തെ ബോധ്യപ്പെടുത്തിയാട്ട് ശുശ്രൂഷ ആദ്യം മുതൽ അവസാനം വരെയും തിരുസാന്നിധ്യത്തോടെ മറയ്ക്കണമേ. എല്ലാ മഹത്വവും മാനവും കർത്താവ് തന്നെ എടുക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. തുടർന്നുള്ള ശുശ്രൂഷകൾ കർത്താവദാസൻ സിബി പുലിക്കുന്ന് അവർ നിർവഹിക്കുന്നതായിരിക്കും. ഹലോ. കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിനെ സൂക്ഷിച്ചു നോക്കുന്ന ഒരാൾക്ക് കർത്താവിൻ്റെ മഹത്വം ദർശിക്കുവാൻ സാധിക്കും. അവൻ ശാരോനിലെ പനിനീർ പൂവിന് സമമാണ്. അവൻ്റെ നാമം ഏത് സുഗന്ധത്തെക്കാളും സുഗന്ധം തൂകുന്നതും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന വിശുദ്ധന്മാരെ സൗഗന്ധ പൂർണ്ണമാക്കുകയും ചെയ്യുന്നതാണ് അവൻ്റെ നാമം. കർത്താവിൻ്റെ നാമം പോലെ ഇതുപോലെ ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന വേറൊരു നാമം ഭൂമിയിലില്ല. ഭക്തനായ മനുഷ്യൻ ആ നാമത്തിൻ്റെ പ്രത്യേകതയും സുഗന്ധവും ഒക്കെ കണ്ടിട്ട് പാടുകയാണ്, വാഴ്ത്തുമേ ഞാൻ എൻ്റെ പ്രിയനെ എൻ്റെ ജീവകാലമൊക്കെയും. ഇന്ന് രാത്രിയിൽ ജോഷി പത്തനാപുരം മനോഹരമായ ആ ഗാനം അടവി തരുക്കളിനിടയിൽ എന്ന ഗാനം നമുക്കായി ആലപിക്കുന്നു. ശ്രദ്ധിച്ചാലും.
തരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം, അടവി തരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം, വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനമേശുവിനെ. വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനമേശുവിനെ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. ശാരോനിലവൻ താമരയും താഴ്വരയിൽ, പനിനീർ പുഷ്പം ശാരോനിലവൻ താമരയും താഴ്വരയിൽ, വിശുദ്ധരിൽ അതിവിശുദ്ധനവൻ മാ സൗന്ദര്യ സമ്പൂർണനേ. വിശുദ്ധരിൽ അതിവിശുദ്ധനവൻ മാ സൗന്ദര്യ സമ്പൂർണനേ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. മനക്ലേശതരംഗങ്ങളിൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, മനക്ലേശതരംഗങ്ങളിൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ, തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവനെ. തിരുക്കരം നീട്ടിയെടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവനെ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. വാഴ്ത്തുമേ എൻ്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ, നന്ദിയോടെ ഞാൻ പാടിടുമേ. ഹലോ.
ഈ ലോകമാം ജീവിതം ഒരു വിശ്വാസിക്ക് എല്ലാ നിലയിലും ദുരിതങ്ങൾ നിറഞ്ഞതാണ്. അവൻ്റെ നുകം കഠിനം, ഭാരം വലിയത്, സ്നേഹിതന്മാർ ദുഷിക്കുന്നു, കണുനീർ നിറഞ്ഞ താഴ്വര, ഘോരമാം മേടുകൾ, കാടുകൾ, മരണവും കൂരിരുളും ജീവിതത്തിൽ എന്നും നിത്യം കൂടെയുണ്ട്. എവിടെയാണ് ആ മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ കാൽവറിയിലെ ക്രൂശിൽ നമുക്കായി ജീവൻ തന്ന യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് താങ്ങുന്ന കരങ്ങളാണ്, സഹായിക്കുന്ന ഭുജങ്ങളാണ് യേശുക്രിസ്തുവിലുള്ളത്. രാത്രിയിൽ നാം അടുത്ത ഗാനം കേൾക്കുവാനായിട്ട് പോകുന്നു. താങ്ങും കരങ്ങളുണ്ട്, സഹായിക്കുന്ന യേശുക്രിസ്തുവുണ്ട്. ആ നല്ല ഗാനം പാടി നമുക്ക് ആശ്വസിക്കാം. കർത്താവിൻ്റെ ദാസൻ സുവിശേഷൻ ഈട്ടിക്കൽ കുഞ്ഞുമാൻ പാടുന്നു, ശ്രദ്ധിച്ചാലും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. വലിയതോ നുകം താങ്ങുവാൻ കഠിനമോ, ഭാരം വലിയതോ നുകം താങ്ങുവാൻ കഠിനമോ, സ്നേഹിതർ ദുഷിക്കുന്നോ, താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും.
പോലും കണ്ണുനീരിൻ താഴ്വരകൾ അതിഘോരമാമേടുകളും മരണത്തിൻ കൂരിരുളിൽ താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. കാൽവരി മലമുകളിൽ കൊടും കാരിരുമ്പാണികളിൽ കാൽവരി മലമുകളിൽ കൊടും കാരിരുമ്പാണികളിൽ രക്തം ചൊരിഞ്ഞവനിൽ താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോൾ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. അർത്ഥപ്രാണനായി വഴിയിൽ ആരോരും കരുതാതെ കിടന്നിരുന്ന എന്നെ കോരിയെടുത്ത് ജീവരക്ഷയും പ്രാണരക്ഷയും ആത്മരക്ഷയും തന്നവനാണ് എൻ്റെ കർത്താവ്. ഉന്നതത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ എന്നെ രക്ഷിക്കണമെന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ കർത്താവിൻ്റെ ആഗ്രഹവും ആശയും. അതുകൊണ്ട് ഭക്തൻ പറയുകയാണ്, ഈ നിലയിൽ രക്ഷിച്ച കർത്താവിൻ്റെ അടിമയായി ജീവകാലം മുഴുവൻ ഞാൻ ജീവിക്കും. അവൻ്റെ മഹിമയാണ്, മഹത്വമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അദ്ദേഹം പാടുന്നു വീണ്ടും, അൻപ് നിറഞ്ഞ യേശുവേ, നിന്റെ പാദമല്ലാതെ എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ആശ. ഈ ആശയം വരുന്ന ഗാനം നമുക്ക് തുടർന്ന് ശ്രദ്ധിക്കാം. ജോഷി പത്തനാപുരം നമുക്കായി പാടുന്നു, അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവ എൻ്റെ ആശയെ.
പാദസേവ എന്നാശയേ. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവ എന്നാശയേ. നിന്നിറങ്ങി മന്നിതിൽ വന്ന നാഥ ഞാൻ, ഉന്നതത്തിൽ നിന്നിറങ്ങി മന്നിതിൽ വന്ന നാഥ ഞാൻ, നിന്നടിമ നിൻ മഹിമ ഒന്നു മാത്രമേ എനിക്കാശയാം. നിന്നടിമ നിൻ മഹിമ ഒന്നു മാത്രമേ എനിക്കാശയാം. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവ എന്നാശയേ. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവ എന്നാശയേ. പാപിയന്നിൽ ജീവൻ പകർന്ന യേശുവേ, ജീവനറ്റ പാപിയന്നിൽ ജീവൻ പകർന്ന യേശുവേ, നിന്നിലേറെ മണ്ണിൽ വേറെ സ്നേഹിക്കുന്നില്ല ഞാനാരെയും. നിന്നിലേറെ മണ്ണിൽ വേറെ സ്നേഹിക്കുന്നില്ല ഞാനാരെയും. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവ എന്നാശയേ. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവ എന്നാശയേ. വന്നു വാഴും നിൻ മഹത്വ പ്രത്യാശയേ. എൻ മനസ്സിൽ വന്നു വാഴും നിൻ മഹത്വ പ്രത്യാശയേ. നീ വളർന്നു ഞാൻ കുറഞ്ഞു, നിന്നിൽ മറഞ്ഞു ഞാൻ മായണം. നീ വളർന്നു ഞാൻ കുറഞ്ഞു, നിന്നിൽ മറഞ്ഞു ഞാൻ മായണം. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവ എന്നാശയേ. അൻപു നിറഞ്ഞ പൊന്നേശുവേ, നിൻ പാദസേവ എന്നാശയേ.
നാം പ്രത്യാശിക്കുന്ന യേശു കർത്താവ് മടങ്ങി വരുവാനായിട്ട് പോവുകയാണ്. അധികം താമസിക്കാതെ നമ്മുടെ കർത്താവ് മേഘത്തിൽ വെളിപ്പെടും. നമ്മെ സ്വീകരിക്കുവാൻ, നമുക്ക് ജീവകിരീടം തരുവാൻ കർത്താവ് മടങ്ങി വരുവാനായിട്ട് പോവുകയാണ്. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെ സഹിച്ച് കൊള്ളാകുന്നവനായി തെളിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന കിരീടമാണ് ജീവകിരീടം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നത് ഭക്തരായി ഭൂമിയിൽ ജീവിച്ച എല്ലാ ദൈവമക്കളെയും, വിശേഷിച്ച് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളെയും ദൈവസന്നിധിയിൽ ചേർത്ത് അവർക്ക് ജീവകിരീടം നൽകുവാൻ, അവരെ ന്യായം വിധിച്ച് അവർക്ക് അർഹമായത് കൊടുക്കുവാൻ അവൻ മടങ്ങി വരികയാണ്. ആ ആശയം വരുന്ന യേശുരാജൻ മേഘത്തേരിൽ ശോഭിതനായി വരുന്നു എന്ന ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവിൻ്റെ ദാസൻ സുശേഷൻ ഈട്ടിക്കൽ കുഞ്ഞുമച്ചാൻ പാടുന്നു, നമുക്ക് ശ്രദ്ധിക്കാം. യേശുരാജൻ മേഘത്തേരിൽ ശോഭിതനായി വരുമ്പോൾ, യേശുരാജൻ മേഘത്തേരിൽ ശോഭിതനായി വരുമ്പോൾ, ആനന്ദമായി മേഘത്തേരിൽ ഞങ്ങളും ഏറിയിടുമേ. ആനന്ദമായി മേഘത്തേരിൽ ഞങ്ങളും ഏറിയിടുമേ. യേശുരാജൻ മേഘത്തേരിൽ ശോഭിതനായി വരുമ്പോൾ, യേശുരാജൻ മേഘത്തേരിൽ ശോഭിതനായി വരുമ്പോൾ, ജീവകിരീടം നൽകാൻ, ജീവകിരീടം നൽകാൻ, ജീവകിരീടം നൽകാൻ യേശുരാജൻ വന്നിടുമ്പോൾ, ജീവകിരീടം നൽകാൻ യേശുരാജൻ വന്നിടുമ്പോൾ, ആനന്ദമായി മേഘത്തേരിൽ ഞങ്ങളും ഏറിയിടുമേ. ആനന്ദമായി മേഘത്തേരിൽ ഞങ്ങളും ഏറിയിടുമേ. യേശുരാജൻ മേഘത്തേരിൽ ശോഭിതനായി വരുമ്പോൾ, യേശുരാജൻ മേഘത്തേരിൽ ശോഭിതനായി വരുമ്പോൾ,
ചേർത്തിടുവാൻ ഭക്തരെ ചേർത്തിടുവാൻ ഭക്തരെ ചേർത്തിടുവാൻ യേശുരാജൻ വന്നിടുമ്പോൾ ഭക്തരെ ചേർത്തിടുവാൻ യേശുരാജൻ വന്നിടുമ്പോൾ ആനന്ദമായി മേഘത്തേരിൽ ഞങ്ങളുമേറിടുമേ ആനന്ദമായി മേഘത്തേരിൽ ഞങ്ങളും ഏറിടുമേ യേശുരാജൻ മേഘത്തേരിൽ ശോഭിതനായി വരുമ്പോൾ യേശുരാജൻ മേഘത്തേരിൽ ശോഭിതനായി വരുമ്പോൾ ന്യായം വിധിച്ചിടുവാൻ ന്യായം വിധിച്ചിടുവാൻ ന്യായം വിധിച്ചിടുവാൻ യേശുരാജൻ വന്നിടുമ്പോൾ ന്യായം വിധിച്ചിടുവാൻ യേശുരാജൻ വന്നിടുമ്പോൾ ആനന്ദമായി മേഘത്തേരിൽ ഞങ്ങളും ഏറിടുമേ ആനന്ദമായി മേഘത്തേരിൽ ഞങ്ങളും ഏറിടുമേ യേശുരാജൻ മേഘത്തേരിൽ ശോഭിതനായി വരുമ്പോൾ ആനന്ദമായി മേഘത്തേരിൽ ഞങ്ങളും ഏറിടുമേ ആനന്ദമായി മേഘത്തേരിൽ ഞങ്ങളും ഏറിടുമേ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അധികമൊന്നും പുകഴുവാൻ ഇല്ല. നമുക്കറിയാം, റോമാലേഖനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: നാം പാപികളായിരുന്നു, അഭക്തരായിരുന്നു, ശത്രുക്കളായിരുന്നു, ദൈവത്തോട് ശത്രുക്കളായിരുന്നു. ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാനോ ദൈവസന്നിധിയിൽ വരുവാനോ ദൈവിക നന്മകൾ അനുഭവിപ്പാനോ കഴിയാതെ ദൂരവേ ആയിരുന്ന നമ്മെ ഓരോരുത്തരെയും സമീപേ ആക്കി, മക്കളാക്കി ദൈവസന്നിധിയിൽ അടുപ്പിക്കുമ്പോൾ ഒരു ഭക്ത പാടുകയാണ്: എന്ത് കണ്ട് ഞാൻ ഇത്രമാൽ സ്നേഹിപ്പാൻ മാനിപ്പാൻ കർത്താവേ എന്നിൽ ഒന്നുമില്ലായിരുന്നു. എന്നാൽ ആ സമർപ്പണ ബോധത്തോടുകൂടെ ആ ഗാനങ്ങൾ ആലപിക്കുമ്പോൾ നമുക്കും ചേർന്ന് ആ ഗാനങ്ങൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്ത് കണ്ടു ഞാൻ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുവാൻ മാനിക്കുവാൻ.
കർത്താവിൽ ആശ്രയിക്കും തോറും കർത്താവിൻ്റെ മഹിമ അധികമായിട്ട് ദർശിക്കുവാനായിട്ട് സാധിക്കും. അത് ദേഹികൾക്ക് അമൃതമാണ്. കർത്താവിൻ്റെ വചനം ഏത് നീറുന്ന വേദനയിലും തുണയും ആശ്വാസവും, ദൈവത്തിൻ്റെ ജ്ഞാനം ഏത് താപവും അകറ്റുന്നതാണ്. കർത്താവിനെ ശരണമാക്കുന്ന ഒരു ഭക്തൻ ഇങ്ങനെയാണ് പാടിയത്: നീതിയാം യഹോവേ തിരുചരണമാണ് എൻ്റെ ശരണം. നമുക്കായ ആ ഗാനം ജോഷി വീണ്ടും പാടുന്നു. ആ ഗാനം ഒരു സെമി ക്ലാസിക്കൽ ഗാനമാണ്, നമുക്ക് ശ്രദ്ധിക്കാം. യഹോവയേ തിരുചരണമെന്റെ ശരണം. നീതിയാ യഹോവയേ തിരുചരണമെന്റെ ശരണം. ദേഹികൾക്കമൃതായേ തവ ദേഹമിരിപ്പതന്നായേ വേദമോതിടും നാകയാൽ നീയേ വേദനയിൽ തുണയന്നാത്മികതായേ വേദമോതിടും നാകയാൽ നീയേ വേദനയിൽ തുണയന്നാത്മികതായേ നീ സരി സരി മാരി പമാനി പമ പസസനി പനി പമരി പാമരി മരി നീ ഒരു കരുണാരസമാന സമ നനി സമരി പദാല സാമ്യ സുഗമമ നീതിയാ യഹോവയേ തിരുചരണമെന്റെ ശരണം. നീതിയാ യഹോവയേ തിരുചരണമെന്റെ ശരണം.
പരിപാലിപ്പതന്നെ ശ്രീധരും തവ പാദമതൊന്നേ ഖേദമകറ്റി പരിപാലിപ്പതന്നെ നീ സരി സരി മാരി പമാനി പമ പസ സരി പനി പമരി പാമരി മരി സ നീ ഒരു കരുണാരസമാന സമാർണനി സമരി പദ ലസാമെ സുഗമമ നീതിയ യഹോവയേ തിരു ചരണമന്റെ ശരണം നീതിയ യഹോവയേ തിരു ചരണമന്റെ ശരണം. ഈ ഭൂമിയിലെ സ്നേഹങ്ങളൊക്കെ അല്പായുസുള്ളത് മാത്രമാണ്. എന്തെങ്കിലും ലഭിക്കും എന്നുള്ള കാരണത്താൽ തുടങ്ങിയതും എന്തെങ്കിലും കിട്ടാതെ വരുമ്പോൾ അവസാനിക്കുന്നതുമാണ്. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അത് അന്തമായ സ്നേഹമാണ്. പാട്ടുകാരൻ പാടുന്നത് ഉലകം ഉണ്ടാകുന്നതിന് മുമ്പ്, ഈ ലോകവും ലോകത്തിലുള്ള സകലതും നനയ്ക്കുന്നതിന് മുമ്പ് ദൈവം സ്നേഹിച്ചത് മനുഷ്യനെയാണ്. അതുകൊണ്ടാണ് ഉലക സ്ഥാപനത്തിന് മുൻപ് നമ്മെ സ്നേഹിച്ചു എന്ന് പറയുന്നത്. അതിൻ്റെ മറുവശം നാം കാണുന്നത് മരണത്താൽ മറയാത്തതുമാണ്. അപ്പോൾ എല്ലാ കാലത്തും എന്നും സ്നേഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം മാത്രമാണ്. എങ്ങനെയാണ് ദൈവം സ്നേഹിച്ചത്? തൻ്റെ ഓമന കുമാരനെ നമുക്കായിട്ട് തന്ന് ക്രൂശിൽ പിടഞ്ഞ് മരിക്കുവാൻ അനുവദിച്ച് നമ്മെ സ്നേഹിക്കുമ്പോൾ പാട്ടുകാരന് ആ സ്നേഹത്തെ സ്നേഹമെന്നല്ല കാണുവാൻ കഴിഞ്ഞത്, അത് പ്രേമമാണ്. ഇന്ന് രാത്രി നാം മറ്റൊരു ഗാനം കേൾക്കുവാൻ പോകുന്നു. കർത്താവിന്റെ ദാസൻ പാടുന്നു, മഹൽ പ്രേമം മഹൽ പ്രേമം പരലോക പിതാ തൻ. മഹൽ പ്രേമം പരലോക പിതാതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മഹൽ പ്രേമം പരലോക പിതാതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മഹൽ പ്രേമം പരലോക പിതാതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു.
തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ ഉലകസ്ഥാപനത്തിൻ മുൻപുളവായോരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ മകൾ പ്രേമം പരലോകപിതാതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലൻ നിണം ചിന്തി നരേറെ മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലൻ നിണം ചിന്തി നരേറെ മനുവേലൻ നിണം ചിന്തി മനുവേലൻ നിണം ചിന്തി മനുവേലൻ നിണം ചിന്തി നരേറെ മകൾ പ്രേമം പരലോകപിതാതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ തിരിയ ബന്ധമാണിതു യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൽ തിരിയ ബന്ധമാണിതു യുഗകാലം വരെയും. പിരിയാബന്ധമാണിതു പിരിയാബന്ധമാണിതു യുഗകാലം വരെയും.
മകൾ പ്രേമം മകൾ പ്രേമം പരലോക പിതാതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മാരിപ്പതിനായി മകനെ മാരിപ്പതിനായി മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ പ്രേമം മകൾ പ്രേമം പരലോക പിതാതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ഭക്തന്റെ ജീവിതം ഈ ഭൂമിയിൽ അത്ര സുഖകരം ആയിരിക്കണമെന്നില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞങ്ങൾ സകല വിധത്തിലും ബുദ്ധിമുട്ടുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ഈ ലോകമാം ജീവിതയാത്രയിൽ വൻ പരിശോധന ജീവിതത്തിൽ വന്നു ഭവിക്കാം. എന്നാൽ ഈ യാത്ര തീരും. ഞാനൊരിക്കൽ എൻ്റെ വീട്ടിൽ ചേരും എന്ന പ്രത്യാശയാണ് എപ്പോഴും നമ്മെ വഴി നടത്തേണ്ടത്. അടുത്ത ഗാനം ആ അർത്ഥം വരുന്നതാണ്. ഞാനൊരിക്കൽ എത്തും എൻ്റെ നാട്ടിൽ, കണ്ണുനീരില്ലാത്ത, കഷ്ടതയില്ലാത്ത, പ്രയാസമില്ലാത്ത എൻ്റെ കർത്താവിൻ്റെ വീട്ടിൽ, എൻ്റെ നാട്ടിൽ, എൻ്റെ വീട്ടിൽ ഞാൻ ചെന്ന് ചേരും എന്ന പ്രത്യാശയോടുകൂടെ ആ ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. സഹോദരൻ ജോഷി നമുക്കായി പാടുന്നു. ഞാനൊരിക്കൽ എത്തുമെൻ്റെ നാട്ടിൽ, ഞാനൊരിക്കൽ എത്തുമുട്ടും കണ്ണീരില്ല വീട്ടിൽ, എൻ്റെ കർത്താവിൻ്റെ വീട്ടിൽ. ഞാനൊരിക്കൽ എത്തുമുട്ടും കണ്ണീരില്ല വീട്ടിൽ, എൻ്റെ കർത്താവിൻ്റെ വീട്ടിൽ. ഞാനൊരിക്കൽ എത്തുമെൻ്റെ നാട്ടിൽ, ഞാനൊരിക്കൽ എത്തുമുട്ടും കണ്ണീരില്ല വീട്ടിൽ, എൻ്റെ കർത്താവിൻ്റെ വീട്ടിൽ. ഞാനൊരിക്കൽ എത്തുമുട്ടും കണ്ണീരില്ല വീട്ടിൽ, എൻ്റെ കർത്താവിൻ്റെ വീട്ടിൽ. തീരുമെൻ്റെ യാത്രയുടെ ക്ലേശമെല്ലാം തീരും, തീരുമെൻ്റെ യാത്രയുടെ ക്ലേശമെല്ലാം തീരും. ചേരും ഞാനൻ പ്രിയതമൻ്റെ വീട്ടിൽ ചെന്നു ചേരും, ചേരും ഞാനൻ പ്രിയതമൻ്റെ വീട്ടിൽ ചെന്നു ചേരും. ദൂരമധികമില്ലിനി, നേരമധികമില്ലിനി, ദൂരമധികമില്ലിനി, നേരമധികമില്ലിനി. കുരിശെടുത്തു പോകുമൻ തീർത്ഥയാത്ര തീർന്നിടും, നാട്ടിൽ ചെന്നു ചേർന്നിടും. കുരിശെടുത്തു പോകുമൻ തീർത്ഥയാത്ര തീർന്നിടും, നാട്ടിൽ ചെന്നു ചേർന്നിടും. ഞാനൊരിക്കൽ എത്തുമെൻ്റെ നാട്ടിൽ, ഞാനൊരിക്കൽ എത്തുമെൻ
കണ്ണീരില്ല വീട്ടിൽ, എൻ്റെ കർത്താവിൻ്റെ വീട്ടിൽ. ഞാൻ ഒരിക്കൽ എത്തുമുട്ടും കണ്ണീരില്ല വീട്ടിൽ, എൻ്റെ കർത്താവിൻ്റെ വീട്ടിൽ. അല്ലലും പകലിലും വൻശോധനകളുണ്ട്, അല്ലലും പകലിലും വൻശോധനകളുണ്ട്. അല്ലലെനിക്കാരും അറിയാത്തവയുമുണ്ട്, അല്ലലെനിക്കാരും അറിയാത്തവയുമുണ്ട്. അന്നതെല്ലാം തീർന്നിടും, കണ്ണുനീരു തോർന്നിടും. അന്നതെല്ലാം തീർന്നിടും, കണ്ണുനീരു തോർന്നിടും. അല്ലലെല്ലാം ഓടിടും, ഹല്ലേലൂയ പാടിടും. ബിരുദുകൾ ഞാൻ നേടിടും, അല്ലലെല്ലാം ഓടിടും, ഹല്ലേലൂയ പാടിടും. ബിരുദുകൾ ഞാൻ നേടിടും. ഞാനൊരിക്കൽ എത്തുമെൻ്റെ നാട്ടിൽ, ഞാനൊരിക്കൽ എത്തുമുട്ടും കണ്ണീരില്ല വീട്ടിൽ, എൻ്റെ കർത്താവിൻ്റെ വീട്ടിൽ. ഞാനൊരിക്കൽ എത്തുമുട്ടും കണ്ണീരില്ല വീട്ടിൽ, എൻ്റെ കർത്താവിൻ്റെ വീട്ടിൽ. ഞാനൊരിക്കൽ എത്തുമെൻ്റെ നാട്ടിൽ, ഞാനൊരിക്കൽ എത്തുമുട്ടും കണ്ണീരില്ല വീട്ടിൽ, എൻ്റെ കർത്താവിൻ്റെ വീട്ടിൽ. ഞാനൊരിക്കൽ എത്തുമുട്ടും കണ്ണീരില്ല വീട്ടിൽ, എൻ്റെ കർത്താവിൻ്റെ വീട്ടിൽ. കർത്താവിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഹൃദയത്തിന് സന്തോഷം തരുന്ന ഗാനങ്ങൾ നാം ഇതുവരെയും ശ്രദ്ധിക്കുകയായിരുന്നു. നമുക്കറിയാം, സംഗീതത്തിന് വളരെ ശക്തമായ സ്വാധീനം മനുഷ്യന്റെ മേലുണ്ട്. എത്ര നീറി പുകയുന്ന വിഷമഘട്ടത്തിലിരുന്നാലും ഒരു സംഗീതത്തിന് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം തരുവാനായിട്ട് സാധിക്കും. സംഗീതം ഹൃദയത്തിന് ആശ്വാസം തരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന് ആശ്വാസം തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. തെസലോനിക്ക ലേഖനത്തിൽ പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്: ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. സന്ദർഭം വേറെയാണെങ്കിലും ഇങ്ങനെയൊന്ന് പറഞ്ഞു പോകട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ന് രാത്രിയിലെ നിങ്ങളുടെ വചന കേൾവിക്ക് വേണ്ടി എല്ലാ ഭാഗങ്ങളും വായിക്കുന്നില്ല, ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചെറിയ നിമിഷം നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വേദപുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ ഏഷ്യ മൈനറിലുണ്ടായിരുന്ന 7 സ്ഥലം സഭകൾക്ക് കർത്താവായ യേശുക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തു നൽകുന്ന ദൂതാണ്. എഫെസോസ്, സ്മിർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫ്യ, ലവോദിക്ക തുടങ്ങിയ 7 സ്ഥലം സഭകൾക്ക് കർത്താവ് ദൂത് കൽപ്പിക്കുമ്പോൾ പൊതുവായ ചില കാര്യങ്ങൾ ഒന്നിച്ച് എല്ലായിടത്തും കാണുവാൻ കഴിയും. 7 സ്ഥലം സഭകളുടെയും ദൂതിൽ കാണുന്ന പൊതു കാര്യങ്ങൾ: 1, കർത്താവ് തന്നെ സഭയ്ക്ക് പരിചയപ്പെടുത്തുന്നു. 2, അവരുടെ നന്മ. 3, അവരുടെ കുറവ്. 4, കുറവിനനുസരിച്ചുള്ള പ്രബോധനം നൽകി അതനുസരിച്ചാൽ ഒടുവിൽ പ്രതിഫലം. ഇതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. വളരെയധികം സമയം നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതും ശരിയാണ്. എന്നാൽ ഈ 7 കാര്യങ്ങളിൽ നിന്നും 7 സഭകളിൽ 5 കാര്യങ്ങൾ പറയുന്നതിൽ ചിലത് നമുക്ക് ഇന്ന് രാത്രി ശ്രദ്ധിക്കാം. എല്ലാ സഭകൾക്കും കർത്താവിനെ തന്നെ പരിചയപ്പെടുത്തി അവരോട് പറയുന്നതിന് എന്തായിരുന്നു കാര്യം? അതിൻ്റെ ഒരു കാര്യം, സ്ഥലം സഭകളിലുള്ള എല്ലാവരും
കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയുന്നില്ല. ഇവിടെ എല്ലാ സഭകളിലും നാം കാണുന്ന ഒരു പൊതു കാര്യമുണ്ട്. കർത്താവ് സഭയെ അറിയുന്നു. ഞാൻ നിന്നെ അറിയുന്നു, നിൻ്റെ പ്രവൃത്തി അറിയുന്നു, സഹിഷ്ണുത അറിയുന്നു, സഹിച്ചത് അറിയുന്നു, സ്നേഹം അറിയുന്നു, ശുശ്രൂഷ അറിയുന്നു എന്നൊക്കെ കർത്താവ് പറയുമ്പോൾ എന്തിനാണ് കർത്താവിനെ തന്നെ അവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുന്നത്? അതിൻ്റെ കാര്യം, ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നവരൊക്കെ കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയുന്നില്ല. കർത്താവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ആരാണ് എന്നുള്ള ബോധ്യത ഉണ്ടാകുകയാണ്. ഒന്നാമത്തെ സഭയോട് പറയുന്നത് സഭയുടെ നടുവിൽ നടക്കുന്നവനാണ്. കർത്താവ് നമ്മുടെ ഇടയിൽ നടന്നിട്ട് നമുക്ക് കർത്താവിനെ അറിയുവാനായിട്ട് കഴിയുന്നില്ല. കർത്താവ് രണ്ടാമത് പറയുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാണ്, ഞാനല്ലാതെ നിങ്ങൾക്കൊരാശ്രയമില്ല. ഞാൻ ഇരുവായത്തിലുള്ള വാളാണ്, ഞാനാണ് ന്യായം വിധിക്കുന്നവൻ. പിന്നെ കർത്താവ് പറയുകയാണ്, ഞാൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്, ഞാനെല്ലാം അറിയുന്നവനാണ്. കർത്താവ് സകലത്തെയും ഉൾക്കൊള്ളുന്നവനാണ്, വിശ്വസ്തനാണ്, സത്യവാനാണ്, ദാവീദിൻ്റെ താക്കോലാണ്. ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർത്താവ് എന്താണെന്ന് ഇതുവരെയും സഭയിലുള്ളവർക്ക് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ മനസ്സിലാക്കുന്നതിനനുസരിച്ച് കർത്താവിനെ ബഹുമാനിക്കുന്നില്ല. ഇന്ന് നമ്മുടെയും ഒരു പ്രശ്നമായിട്ടിരിക്കുന്നത് ഇതുതന്നെയാണ്. കർത്താവിനെ നാം അറിയേണ്ടതുപോലെ അറിയുന്നില്ല. കർത്താവ് എൻ്റെ നടുവിലുണ്ട്, എന്നെ കാണുന്നവനാണ്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമാണെന്ന് കർത്താവിനെ മനസ്സിലാക്കുമ്പോൾ നാം കർത്താവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കും. ഇവിടെ നമുക്കറിയാം, അടുത്തത് കർത്താവ് പറയുന്ന നന്മകളാണ്. നാം വായിച്ചാൽ എല്ലാ സഭകൾക്കും നന്മ പറയത്തക്കത് ഉണ്ടെങ്കിലും ചില സഭകൾക്ക് പറയത്തക്ക നന്മകൾ കാണുന്നില്ല. കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ നാമം നീ മുറുകെ പിടിച്ചു, വിശ്വാസം നിഷേധിച്ചില്ല, വചനം കാത്തു എന്നൊക്കെ പറയുമ്പോൾ ചില സഭകളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ നന്മ പ്രവൃത്തികളൊന്നും പറയാനില്ല. അതിൻ്റെ കാരണം എന്താ? നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നോക്കുമ്പോൾ വിശേഷപ്പെട്ട നന്മകളൊന്നും കാണുവാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ വചനം കാക്കുന്നുണ്ടായിരിക്കാം, വചനം വായിക്കുന്നുണ്ടായിരിക്കാം. കർത്താവിന് ഇഷ്ടപ്പെടുന്നത് പോലെ ഒരു ജീവിതം ദൈവവചനവുമായിട്ടില്ലെങ്കിൽ അത് പറയാതെ ഇരിക്കും. അത് നമ്മുടെ കുറവാണ്. അതുകൊണ്ടാണ് അടുത്ത ഭാഗം നാം കാണുന്നത് നമ്മുടെ കുറവുകൾ കർത്താവ് പറയുകയാണ്. ഇവിടെ 7 സഭകളിൽ 5 സഭകൾക്കും കുറവുകൾ പറയാനുണ്ട്. 2 സഭകൾക്ക് കാര്യമായ കുറവുകളൊന്നും പറയുന്നില്ല. അതിൻ്റെ കാരണം എന്താ? കുറവുകൾ കൂടുതലുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളും, നമ്മുടെ ഓരോരുത്തരുടെയും കൂടിവരവുകളും, നമ്മുടെ ജീവിതവും കുറവുകൾ കൂടുതൽ ഉള്ളതാണ്. ഇവിടെ കുറവുകളെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ, ദൈവവചനമല്ലാത്തതിനെ അംഗീകരിക്കുവാനും അനുസരിക്കുവാനുമാണ് അവർ കൂടുതൽ ശ്രമിച്ചത്. എന്ന് പറഞ്ഞാൽ ബെലയാമിൻ്റെ ഉപദേശം, നിക്കോലാവിയരുടെ ഉപദേശം, ഇസബേലിൻ്റെ ഉപദേശം, ദുർനടപ്പ്, ഇതൊക്കെ ദൈവവചനത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. കൂടുതലും നാം ചെയ്യുന്നത് കർത്താവിനെ പ്രസാദിപ്പിക്കാതിരിക്കുവാനുള്ള കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിലത്തെ സഭയെക്കുറിച്ച് പറയുന്നത് പോലെ ഒരു ശീതോഷ്ണ ജീവിതം, ചൂടുമില്ല തണുപ്പുമില്ലാത്ത ഒരു ജീവിതമാണ് പലപ്പോഴും നമുക്കുള്ളത്. എല്ലാ സഭകൾക്കും നാം കാണുന്ന മറ്റു പ്രത്യേകത കർത്താവിൻ്റെ പ്രബോധനമാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. അതിനൊടുക്കം, എല്ലാ സഭകളുടെയും ഒടുക്കം ഇങ്ങനെ പറയുകയാണ്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവിന് പറയാനുള്ള കാര്യങ്ങൾ എല്ലാ സഭയോടും എല്ലാ വ്യക്തികളോടും ഉണ്ട്. അത് കേൾക്കുക, അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പൊതുവിൽ ഒരു ഉപദേശമാണ് ആത്മാവിന് പറയുവാനുള്ളത്, മാനസാന്തരപ്പെടുക. എല്ലാവരോടും പൊതുവിൽ പറയുന്നൊരു കാര്യമാണ് മാനസാന്തരപ്പെടുക. ഫിലദെൽഫിയ സഭയോട് മാത്രം മാനസാന്തരപ്പെടാൻ പറയുന്നില്ല. എന്നാൽ മറ്റ് സഭകളോട് പറയുകയാണ്, മാനസാന്തരപ്പെടണം, ആദ്യത്തെ ചെയ്യണം, ആത്മാവിനെ കേൾക്കണം, പിന്നെ ഉണരണം, ശക്തീകരിക്കണം, ജാഗ്രതയുള്ളവരായിട്ടിരിക്കണം. ഇതെല്ലാം മാനസാന്തരത്തിൻ്റെ മറ്റു വശങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു മാനസാന്തരം. വീണത് എവിടാണെന്ന് മനസ്സിലാക്കുക, അതിൽ നിന്ന് നാം മാനസാന്തരപ്പെടുക. എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ശക്തിയില്ലായ്മ, എവിടെയാണ് ഒരു ഉണരാത്ത അനുഭവം, എവിടെയാണ് ജാഗ്രതയില്ലാതെ ഇരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാനസാന്തരമുണ്ടായിട്ട് മടങ്ങി വരിക. അത് ദൈവം നമ്മളോട്
പറയുന്ന കാര്യമാണ്. ഒടുവിലായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എല്ലാ സഭകളോടും പറയുകയാണ്, നിങ്ങൾ എന്നെ ഒന്ന് അനുസരിച്ചാൽ, നിങ്ങളൊന്ന് ഉണർന്നിരുന്നാൽ, നിങ്ങൾ ഒന്ന് മാനസാന്തരപ്പെട്ടാൽ തക്കതായ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് തരും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളത് ആയിരിക്കണമെന്നില്ല. നമുക്കറിയാം, എല്ലാ സഭകൾക്കും വ്യത്യസ്തമായ പ്രതിഫലങ്ങളാണ് കർത്താവ് നൽകുന്നത്. എൻ്റെ വാക്കുകളെ കേൾക്കുന്നവരെ, നാം ഈ ഭൂമി ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ വചനമനുസരിച്ച് കർത്താവിനെ പൂർണ്ണമായിട്ട് പിൻപറ്റി ഇവിടെ ജീവിച്ചാൽ നമുക്കും ഈ കിരീടങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ലഭിക്കും. ജീവൻ്റെ കിരീടം ലഭിക്കും, മറഞ്ഞിരിക്കുന്ന മന്ന കിട്ടും, ജാതികളുടെ മേൽ അധികാരം ലഭിക്കും, കർത്താവിനോട് കൂടെ നടക്കുവാൻ കഴിയും, ആലയത്തിൻ്റെ തൂണായിത്തീരും, സിംഹാസനത്തിലിരിക്കുവാൻ വരം നൽകും. എത്രയോ അനുഗ്രഹങ്ങളും എത്രയോ നല്ല പ്രതിഫലങ്ങളുമാണ് ഭാവിയിൽ നമുക്കായിട്ട് കാത്തിരിക്കുന്നത്. എന്നാൽ മറിച്ച് ചിന്തിച്ച് ഇതൊന്നും അനുസരിക്കാതെ ദൈവവചനം പറയുന്നത് കേൾക്കാതെ നാം ജീവിച്ചാൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാകും, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൊയ്പോകും. ഒരു പ്രതിഫലവുമില്ലാതെ ദൈവസന്നിധിയിൽ ജീവിക്കുന്നതാണോ നല്ലത്? ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എല്ലാവരും അവിടെ എത്തണമെന്നാണ്. അങ്ങനെയാണല്ലോ നാം പാടിയത്, എല്ലാവരും അവിടെ എത്തണം. എന്നെൻ്റെ വാക്ക് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഭാഗ്യകരമായ പ്രത്യാശയില്ലാതെ ആരെങ്കിലും എൻ്റെ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? അങ്ങ് ചെല്ലുമെന്ന് ഉറപ്പില്ലാത്ത എത്രയോ പേരാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ക്രിസ്ത്യാനി എന്നുള്ള പേരുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഇവിടെ കർത്താവ് പറയും, നിനക്കൊരു പേരുണ്ട്, പക്ഷെ ചത്ത അവസ്ഥയാണ്. ചാവാറായ ശേഷിപ്പുകളെ ഉണർത്തണം. ഈ പേരുകൊണ്ട് മാത്രം ഒന്നും നമുക്ക് ലഭിക്കുവാനായിട്ട് കഴിയുകയില്ല. അങ്ങേ തുറമുഖത്ത് എത്തണമെങ്കിൽ, കർത്താവിൻ്റെ രാജ്യത്ത് എത്തണമെങ്കിൽ, യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട് ഒരു ദൈവ പൈതലായി ദൈവവചനം കാത്ത് ഈ ഭൂമിയിൽ ജീവിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നാം ഒടുവിലത്തെ സഭയ്ക്ക് ദൂത് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിശ്വാസിക്കും അവിശ്വാസിക്കും എല്ലാവർക്കും ഒരുപോലെ കർത്താവ് ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ വാതിലൊന്ന് തുറന്നു തരാമോ? ഞാൻ ആ വാതിലിൻ്റെ അടുക്കിലേക്ക് വരാം. നമുക്കറിയാം, പഴയ നിയമം അവസാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്, ഈ വാതിൽ ആരെങ്കിലും ഒന്ന് അടച്ചിരുന്നുവെങ്കിൽ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മറിച്ച് പറയുന്നു, വാതിൽ തുറക്കുവാനായിട്ട് ഇതിൻ്റെ പുറകിൽ കാത്തു നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. അവൻ ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ നിന്നോ, നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിന്നോ, നമ്മുടെ സഭയുടെ മുമ്പിൽ നിന്നോ അവൻ മുട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, ഈ വാതിലൊന്ന് തുറന്നു തരാമോ? അവനോടുകൂടെ അത്താഴം കഴിക്കുവാൻ, അവനോടുകൂടെ ജീവിക്കുവാൻ, അവനോടുകൂടെ ആത്മീയമായ നിലയിൽ സത്യങ്ങൾ പങ്കിടുവാൻ, അവനോടുകൂടെ നടക്കുവാൻ, അവനെ സ്നേഹിക്കുവാൻ, അവനെ കരുതുവാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ് സ്വർഗത്തിലുണ്ട്. അവനാണ് പറയുന്നത്, ഈ വാതിലൊന്ന് തുറന്നു തരാമോ? ഞാൻ നിന്നോടുകൂടെ ഇരിക്കാം. പ്രിയ സ്നേഹിതരെ, ഇതുവരെയും ഈ വാതിൽ തുറന്നു കൊടുക്കാതെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയില്ലാതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിലയിലുള്ള ഒരാത്മീയ പക്വതയില്ലാതാണ് ജീവിക്കുന്നതെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ഈ കർത്താവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുക. അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. മഹാപ്രതിഫലമുള്ള ഒരു ജീവിതമാണ് നാം ഇവിടെ നയിക്കുന്നത്. അതുകൊണ്ട് നഷ്ടപ്പെടുത്താതെ ആത്മാവ് സഭകളോടും വ്യക്തികളോടും പറയുന്നത്, അംഗീകരിക്കുവാൻ മനസ്സുള്ളവരായിട്ട് ഈ ഭൂമി ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആരെയും കർത്താവ് തള്ളിക്കളയുന്നവനല്ല, ആരുടെയും ഒരു സ്വഭാവം കണ്ടിട്ട് അവരെ മാറ്റി നിർത്തുന്നവനല്ല. ഉപദ്രവം ചെയ്യുന്നവർക്ക് പോലും ഉപകാരം ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കർത്താവിനെ പിടിക്കുവാൻ വന്ന ആ ഒരു പടയാളിയുടെ ചെവി താഴെ വീണു. അത് പത്രോസിൻ്റെ വെട്ടിനാൽ. എന്നാൽ ആ ചെവിയെടുത്ത് ഒട്ടിച്ചു കൊടുത്ത് അവനെയും സ്നേഹിച്ച് അവനെയും കരുതുവാൻ, അവനെയും മാനിക്കുവാൻ തയ്യാറായതാണ് നമ്മുടെ കർത്താവ്. എന്നാൽ നീ എന്നെ പിടിക്കാൻ വന്നതല്ലേ, നിന്റെ ചെവി താഴെ പോകട്ടെ എന്ന് തീരുമാനിച്ചില്ല വാഴ്ത്തപ്പെട്ടവനായ കർത്താവ്. ഈ നല്ല കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെ വിളിക്കുന്നു, അവൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക, അവനെ സ്നേഹിക്കുക. എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ എളിയ സന്ദേശം നിങ്ങളുടെ മുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കറിയാം, മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞുപദേശി ഒരു മർത്തോമാ സഭയിൽ കർത്താവിനെ സേവ ചെയ്ത് ജീവിതം മുഴുവൻ കർത്താവിന് വേണ്ടി ഉഴിഞ്ഞ് വെച്ചവനാണ്. ഒരുപക്ഷെ തൻ്റെ കഴിവുകൾ കൊണ്ടും തൻ്റെ പ്രശസ്തി കൊണ്ടും തൻ്റെ ജീവിതത്തിൻ്റെ അറിയപ്പെടുന്ന മേഖലകൾ കൊണ്ടുമൊക്കെ വിശ്വവിഖ്യാതനായി തീരുവാനായിട്ട് കഴിയുമായിരുന്നു. എന്നാൽ സർവസ്വവും യേശു കർത്താവിൻ്റെ പാദത്തിൽ സമർപ്പിച്ചപ്പോൾ
ആ ഭക്തൻ പാടിയത് എൻ്റെ സമ്പത്ത് എൻ്റെ കർത്താവാണ്. അങ്ങനെ പറയുവാനായിട്ടൊരു കാരണമുണ്ടായിരുന്നു. കാര്യം കർത്താവ് തന്നെ സ്നേഹിച്ച് തൻ്റെ ജീവിതത്തിൽ വലിയ നിധിയായ ദൈവിക അനുഗ്രഹങ്ങൾ പകർന്നു കൊടുത്തു. പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ നൽകി, വചനം നൽകി. നിത്യമായ തുറമുഖത്തേക്കുള്ളൊരു യാത്രയിൽ ആ സാധു പാടുകയാണ്, ഞാൻ ഈ ദേശം വിട്ടു പോവുകയാണ്, എൻ്റെ സമ്പത്ത് സ്വർഗത്തിലാണ്. ആ മനോഹരമായ ഗാനം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ എൻ്റെ യേശു അല്ലാതെ മറ്റൊന്നുമില്ല എന്ന ഗാനം നമ്മുടെ സഹോദരൻ ജോഷി പത്തനാപുരം വീണ്ടും നമുക്കായി പാടുന്നു. നമുക്ക് ശ്രദ്ധിക്കാം. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കാ വീണ്ടെടുത്തന്നെ സ്വർഗഗാനാൻ നാട്ടിലാക്കുവാ. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കാ വീണ്ടെടുത്തന്നെ സ്വർഗഗാനാൻ നാട്ടിലാക്കുവാ. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി. വേഗം വരാമെന്നുറച്ചിട്ടാമയം തീർത്താശ നൽകി. വേഗം വരാമെന്നുറച്ചിട്ടാമയം തീർത്താശ നൽകി. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ രാജാവെഴുന്നള്ളുമ്പോൾ തൻ്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ. എൻ്റെ രാജാവെഴുന്നള്ളുമ്പോൾ തൻ്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ. മാർവിലെന്നെ ചേർത്തിടും താൻ, പൊന്നുമാറിൽ മുത്തിടും ഞാൻ. മാർവിലെന്നെ ചേർത്തിടും താൻ, പൊന്നുമാറിൽ മുത്തിടും ഞാൻ. ഹായനീക്ക് മഹാഭാഗ്യ
സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു, ചാവിനെ വന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു. സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. കർത്താവിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവാഞ്ചലിയോൻ മിനിസ്ട്രീസ് ഒരുക്കിയ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 18ാമത് എപ്പിസോഡ് ഇവിടെ പര്യവസാനിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ ആദ്യം മുതൽ ഇതുവരെയും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടുവാനും നമ്മുടെ കർത്താവിനെ ഉയർത്തുന്ന ഗാനങ്ങൾ ആലപിക്കുവാനും അത് കേൾക്കുവാനും കർത്താവ് കൃപ നൽകി. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അനേകർക്ക് ഈ ശുശ്രൂഷ ആശ്വാസമായി തീർന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുകയും അങ്ങനെയായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയുടെ, ദുഃഖത്തിൻ്റെയോ വേദനയുടെയോ സന്ദർഭത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഗാനങ്ങൾ നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ ദൈവനാമം ഉയർത്തപ്പെടട്ടെ എന്ന ആഗ്രഹം മാത്രമാണ് ഞങ്ങളുടെ ഹൃദയത്തിലുള്ളത്. കർത്താവ് അസാധ്യമായി കൊണ്ടിരിക്കുകയാൽ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഫേസ്ബുക്ക് പേജിൽ കുറിക്കാവുന്നതാണ്. നിങ്ങൾ ഈ ശുശ്രൂഷയോട് തുറന്നും പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. വിശേഷാൽ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഗാനം ആലപിക്കുവാനായി പത്തനാപുരത്തു നിന്നും സഹോദരൻ ജോഷി എത്തുകയുണ്ടായി. കുടുംബസമേതം താൻ വരികയുണ്ടായി. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ നാമത്തിൽ അവരുടെ നന്ദി അറിയിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുവാൻ ഇടയായി തീർന്നു. പ്രിയ സഹോദരനെ കർത്താവ് തുറന്നും അനുഗ്രഹിക്കട്ടെ. അനേക സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുന്ന ഗാനങ്ങൾ ആലപിക്കുവാൻ കൃപ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞങ്ങളുടെ പ്രിയ മകൾ ആൻസി തെമ്പക്കാടും ഗാനങ്ങൾ ആലപിച്ചു. പ്രിയ മകളോട് നന്ദി അറിയിക്കുന്നു. അതുകൂടാതെ ഇന്ന് ദൈവജന ശുശ്രൂഷയ്ക്കായി പ്രത്യേകമായി എത്തിയ ഞങ്ങളുടെ പ്രിയ സഹോദരനും സുവിശേഷൻ സിബി പിലിക്കുന്ന് ഉണ്ടക്കയത്തിനടുത്ത് നിന്ന് കുടുംബസമേതം താനും എത്തുകയുണ്ടായി. അനുഗ്രഹമായ സന്ദേശം നൽകുവാൻ ഇടയായി തീർന്നു. പ്രിയ സഹോദരനോടും കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. കീബോർഡ് വായിച്ച ഞങ്ങളുടെ സുജിത് സുനിൽ കൊട്ടാരക്കര, അതുപോലെ തന്നെ ക്യാമറ അറേഞ്ച് ചെയ്ത ഞങ്ങളുടെ സഹോദരൻ സുനിൽ കൊട്ടാരക്കര എന്നിവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും അവർക്കുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഈ ശുശ്രൂഷയെ നിങ്ങൾ തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കുക. എല്ലാ വ്യാഴാഴ്ചയും ഈ ശുശ്രൂഷ തുടർന്നും ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ഇതിനോടത്ത് പ്രാർത്ഥിക്കുകയും കാണുകയും ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളും ഇത് ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ കർത്താവദാസൻ സിബി അവരുകൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ അവസാനിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രി സമയം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പ്രത്യേകമായി ഒരുക്കി തന്നതിനായ സ്തോത്രം. ഒരു വേറിട്ട അനുഭവം, അങ്ങയുടെ സന്നിധിയിലിരിക്കുവാൻ, പാടുവാൻ, വചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന വിലയേറിയ ഭാഗ്യത്തിനും അവസരത്തിനുമായ സ്തോത്രം. കർത്താവാണ്, അങ്ങാണ് ഞങ്ങളെ നിലനിർത്തുന്നത്. ഞങ്ങളുടെ മിടുക്കല്ല. ഞങ്ങളെക്കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുമ്പോഴും അങ്ങയുടെ നാമമഹത്വത്തിനായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, സമർപ്പിക്കുന്നു.
കർത്താവെ, ഈ ചെറിയ ശുശ്രൂഷ ഞങ്ങളിവിടെ നടത്തി. ഗാനങ്ങൾ പാടിയത് അങ്ങയുടെ നാമോത്ഥത്തിനായിട്ട്, വചനം സംസാരിച്ചത് അങ്ങയുടെ നാമോത്ഥത്തിനായിട്ട്. കേൾവിക്കാരായ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണം. അനേക സ്ഥലങ്ങളിൽ ഈ സന്ദേശവും ഈ പ്രോഗ്രാമും കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവ് കൃപ നൽകി അവരെയും സഹായിക്കണം. ഞങ്ങൾ ഓർത്തതുപോലെ ആർക്കെങ്കിലും ഹൃദയത്തിനൊരാശ്വാസമായി തീർന്നാൽ ഞങ്ങൾ ധന്യരായ കർത്താവെ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. ആർക്കെങ്കിലും രക്ഷയ്ക്ക് കാരണമായി തീർന്നാൽ ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാം ക്രമീകരണങ്ങൾ തന്നു, തടസ്സങ്ങളൊന്നും വരുവാൻ ഇടയായില്ല. കർത്താവിൻ്റെ അളവറ്റ കൃപ അനുഭവിപ്പാൻ ഞങ്ങൾക്കിടയായി. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം ഇങ്ങനെ നടത്തുവാൻ കർത്താവിൻ്റെ ദാസൻ സുശേഷകൻ ഈട്ടിക്കൽ കുഞ്ഞുമാൻചാന് കൊടുത്ത ആ പ്രാപ്തിക്കായ സ്തോത്രം, കാഴ്ചപ്പാടിനായ സ്തോത്രം. കർത്താവെ, 18ാമത്തെ പ്രോഗ്രാം നടത്തുമ്പോൾ ഇന്നുവരെയും കർത്താവ് അനുഗ്രഹിച്ച നന്മയാണ് ഓർക്കുന്നത്. പ്രിയപ്പെട്ടവനെ അനുഗ്രഹിക്കണം. തുടർന്നുള്ള നാളുകളിലും ഈ പ്രോഗ്രാം നടത്തുവാൻ, കർത്താവിൻ്റെ നാമമഹത്വത്തിനായി സമർപ്പിപ്പാൻ അദ്ദേഹത്തെ സഹായിക്കണം. ഇന്നിവിടെ പാടിയ സഹോദരനെയും പ്രിയ സഹോദരിയെയും ഇതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്ത മറ്റ് സഹോദരന്മാരെയും എല്ലാവരും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അനുഗ്രഹത്തോടെ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രോഗ്രാം തന്നു എന്ന സന്തോഷത്തോട് മടങ്ങിപ്പോവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. കേൾവിക്കാരെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ നാമോത്വം എടുക്കണം. എല്ലാം യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. പിതാവിൻ്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ നടത്തിവും കാവലും ആലോചനയും നമ്മോടും ഇത് ശ്രദ്ധിക്കുന്ന എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.